بسم الله الرحمن الرحيم യസ്വയസ് അവതരിപ്പിക്കുന്ന വിശുദ്ധ റമളാൻ, വിശുദ്ധ ഖുർആൻ, റമളാൻ ക്യാമ്പയിൻ. قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وما توفيقي إلا بالله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلنا إليك الكتاب بالحق لتحكم بين الناس بما أراك الله ولا تكن للخائنين خصيما. واستغفر الله إن الله كان غفورا رحيما. ولا تجادل عن الذين يختانون أنفسهم إن الله لا يحب من كان خوانا أثيما. يستخفون من الناس ولا يستخفون من الله وهو معهم إذ يبيتون ما لا يرضى من القول وكان الله بما يعملون محيطا. صدق الله العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. أقسمت بالقمر المنشق إن له من قلبه نسبة مبرورة القسم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم حتى غدت ملة الإسلام وهي بهم من بعد غربتها موصولة الرحم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مكفولة أبدا منهم بخير أبي وخير بعل ولم تيتم ولم تئميهم الجبال. فصل عنهم مصادمهم ماذا رأى منهم في كل مستدم. ومن تكن برسول الله نصرته إن تلقه اللسد في آجامها تجمي
يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ പണ്ഡിതന്മാർ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ കൊടുവള്ളി മേഖല സംഘടിപ്പിക്കുന്ന ഖുർആൻ പ്രഭാഷണത്തിൻ്റെ 5ാമത്തെ ദിവസമായ ഇന്ന് ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയം ഇവിടെ സംസാരിക്കുകയാണ്. ആത്മസംസ്കരണത്തിൻ്റെ വഴികൾ. മനുഷ്യന്റെ ശരീരം, മനുഷ്യൻ എന്ന് പറയുന്ന ജീവി, അവന് ജഡം ഉള്ളതുപോലെ ആത്മാവും ഉണ്ട്. ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല. ജഡമാണ് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിലും പരിചരണത്തിലും വരാറുള്ളത്. ജഡത്തിന്റെ വിവിധ ഭാഗങ്ങൾ അത് ഭംഗിയായി നിലനിർത്താനും അതിന് ആവശ്യമായ പരിചരണങ്ങൾ ഓരോ സമയത്തും നൽകാനും മനുഷ്യൻ യാതൊരു മടിയുമില്ലാതെ തയ്യാറായി നിൽക്കുകയാണ്. അവന്റെ മുഖം മുതൽക്ക് അവന്റെ കാലും കൈയും കണ്ണും കാതും മൂക്കും, അങ്ങനെ മനുഷ്യ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കഴുകുകയും വൃത്തിയാക്കുകയും എവിടെയെങ്കിലും മാലിന്യമുണ്ടായാൽ ആ മാലിന്യം ഉടനെ വെടിപ്പാക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യർ വാശിയോടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക ദർശനത്തെ സംബന്ധിച്ച് നാം വിലയിരുത്തുമ്പോൾ മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും സംസ്കരിക്കാൻ വേണ്ടിയാണ് ഇസ്ലാം മതം വന്നിട്ടുള്ളത്. എല്ലാ വിഭാഗത്തിലും എല്ലാ ജാതിയിലും എല്ലാ നാട്ടിലും എല്ലാ കാലത്തുമുള്ള സകല മനുഷ്യരെയും ഉള്ളും പുറവും കൾച്ചർ ചെയ്ത് അവരെ കൊള്ളാവുന്നവരാക്കി വാർത്തെടുക്കാൻ വേണ്ടി വന്ന മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് വൃത്തിയുമായി ബന്ധപ്പെട്ട, സംസ്കരണവുമായി ബന്ധപ്പെട്ട ഏതു ചർച്ചയിലും ഇസ്ലാം നിറഞ്ഞു നിൽക്കുന്നു. കുളിക്കണം എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ കുളിക്കുന്നില്ല എങ്കിൽ ആ മനുഷ്യന് ദൈവത്തിൽ നിന്ന് പാപം ലഭിക്കുന്നു എന്നതുകൂടി ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത്തഹൂറു നിസ്ഫുൽ ഈമാൻ. ശുദ്ധീകരണം വിശ്വാസത്തിന്റെ പകുതിയാണ്. അതുകൊണ്ട് ഓരോ മനുഷ്യനും അവന്റെ ഭൗതികമായ എല്ലാ ഭാഗങ്ങളും ശുദ്ധിയോടെ സൂക്ഷിക്കണം. നഖം ആഴ്ചയിലൊരിക്കൽ അവൻ മുറിക്കണം. അവന്റെ ഗുഹ്യ രോമങ്ങൾ നീക്കം ചെയ്യണം. കക്ഷത്തുള്ള രോമങ്ങൾ വൃത്തിയാക്കണം. കണ്ണ് സുറുമയിട്ട് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ സുറുമയെഴുതി കണ്ണ് ഭംഗിയാക്കണം. അവന്റെ മൂക്കിന്റെ ഉള്ളിൽ പൊടികൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വെള്ളം മൂക്കിലേക്ക് കയറ്റി മൂക്കിലുള്ള പൊടിപടലങ്ങളിൽ നിന്ന് നാസികാദ്വാരങ്ങളെ അവൻ പരിരക്ഷിക്കണം. ഓരോ ദിവസവും 5 തവണ സ്വന്തം കാതിലുള്ള ചെവിയുടെ 2 ചെവിയിലുമുള്ള ദ്വാരങ്ങളിൽ കൈയിട്ട് അവിടെയുള്ള പൊടികൾ വെള്ളം കൊണ്ട് അവൻ ഒപ്പി എടുക്കണം. പല്ലു തേക്കുന്ന വിഷയത്തിലാവട്ടെ പ്രാർത്ഥനാ വേളകളിൽ മാത്രമല്ല, ആഹാരം കഴിച്ചാൽ, ഉറങ്ങി എണീറ്റാൽ, ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിന്റെ സദസ്സിലേക്ക് പോകാൻ ഒരുങ്ങിയാൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ സല്ലപിക്കാൻ ഒരുങ്ങിയാൽ അവിടെയെല്ലാം പല്ലു തേക്കൽ സുന്നത്താണ്.
ശരീരത്തിൽ ഏറ്റവും മയമുള്ള മാലിന്യങ്ങൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് അവൻ കഴുകൽ നിർബന്ധമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികൾ അംഗശുദ്ധി വരുത്തുമ്പോൾ അത് നോക്കി നിൽക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഒരു സ്വഹാബി വുളൂവിന്റെ അവയവങ്ങൾ കഴുകുമ്പോൾ, കാൽ കഴുകുമ്പോൾ, ആ കാലിന്റെ മടമ്പുകളിൽ വേണ്ടത്ര ശ്രദ്ധിക്കാതെ വന്നു എന്ന് അറിഞ്ഞപ്പോൾ അവിടുന്ന് ഗൗരവത്തോടെ ഉണർത്തി. സഹീഹുൽ ബുഖാരിയിൽ കാണാം, വൈലുൻ ലിൽ അഅഖാബി മിനന്നാർ. രണ്ട് കാലുകളുടെ മടമ്പുകൾ അംഗശുദ്ധി വരുത്തുമ്പോൾ തേച്ചുരച്ച് കഴുകാത്തവന് നരകമാണ് ശിക്ഷ. നോക്കൂ, ഇസ്ലാമിക ദർശനം വൃത്തിയുടെ വിഷയത്തിൽ വളരെയേറെ മുന്നിലാണ്. സഹോദരിമാർ മനസ്സിലാക്കണം, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ വസ്ത്രം, നിങ്ങൾ താമസിക്കുന്ന റൂമുകൾ, വീടുകൾ, വീടിന്റെ പരിസരങ്ങൾ, ഇതെല്ലാം ഭൗതികമായ വൃത്തിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കടന്നു വരുന്നുവെങ്കിൽ, അതുപോലെ ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അവന്റെ പുറംഭാഗങ്ങളെല്ലാം അവൻ വൃത്തിയാക്കി വെക്കണം, അവന്റെ ഉള്ളും പുറവും അവൻ വൃത്തിയിൽ സൂക്ഷിക്കണം എന്ന നിയമം ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നമുക്ക് വളരെ സന്തോഷിക്കാം. നമ്മുടെ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾ ഏതെല്ലാം നാടുകളിൽ താമസിക്കുന്നുവോ, മലയാളികളുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലും ബാഹ്യമായ വൃത്തി വളരെ സജീവമാണ്. ഹൈന്ദവ സമൂഹങ്ങൾ, അതുപോലെ ക്രൈസ്തവ സമൂഹങ്ങൾ, അവരൊക്കെയും ഭൗതികമായ വൃത്തിയുടെ വിഷയത്തിൽ സജീവമായി ശ്രദ്ധിക്കുന്നവരാണ്. വീടും വസ്ത്രവും അതുപോലെ ബന്ധപ്പെട്ട ഓഫീസും എല്ലാം വൃത്തിയിൽ സൂക്ഷിക്കുക എന്ന ആ ഒരു ബാധ്യത ഓരോ മനുഷ്യനും ആരും പറയാതെ തന്നെ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വൃത്തിയില്ല എങ്കിൽ അവന് അതിന്റെ പേരിൽ മാർക്ക് കുറയുന്നു. ഏതെങ്കിലും ഒരു ഓഫീസ് വൃത്തിയായി സൂക്ഷിക്കുന്നില്ല എങ്കിൽ മേലധികാരി ആ ഓഫീസറുടെ പേരിൽ കുറ്റം ചുമത്തുന്നു. ഇനി ഈ സംസാരിക്കുന്ന ഞാനോ നമ്മൾ ആരെങ്കിലുമോ മാലിന്യമുള്ള വസ്ത്രം അണിയുന്നുവെങ്കിൽ പൊതുസമൂഹം അത് വേഗം ചൂണ്ടിക്കാണിക്കുന്നു. വസ്ത്രത്തിൽ ചെളിയായാൽ, വസ്ത്രത്തിൽ മാലിന്യം പുരണ്ടാൽ, ഏറ്റവും ചുരുങ്ങിയത് മഷി അല്പം കീശയിൽ ആ മഷിയുടെ കലകൾ പ്രത്യക്ഷപ്പെട്ടാൽ തൊട്ടടുത്തുള്ള സുഹൃത്ത് ഉടനെ ചൂണ്ടിക്കാണിച്ച് നമ്മോട് പറയാറുണ്ട്, എന്താണ് ഇങ്ങനെ? നമ്മൾ പറയും, നമ്മൾ ഒരു തവണ കഴുകിയതാണ്, കഴുകിയിട്ട് പോകാഞ്ഞിട്ടാണ്. പക്ഷെ അത് വീണ്ടും മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനം രക്ഷയില്ലാഞ്ഞിട്ട് ആ ഷർട്ട് അഴിച്ചു വെക്കേണ്ടി വരുന്ന അവസ്ഥകൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ ബാഹ്യമായ വൃത്തിയുടെ വിഷയത്തിൽ നമ്മളും ശ്രദ്ധിക്കുന്നു, പൊതുസമൂഹവും ശ്രദ്ധിക്കുന്നു. അത് സ്കൂളിൽ വരുന്ന കുട്ടികളിൽ കാണുന്നുവെങ്കിൽ അധ്യാപകൻ ചൂണ്ടിക്കാണിക്കുന്നു, മാതാപിതാക്കൾ മക്കളെ ഉപദേശിക്കുന്നു. ആ രൂപത്തിൽ ഭൗതികമായ പ്രത്യക്ഷത്തിലുള്ള വൃത്തിയുടെ വിഷയത്തിൽ സജീവമായി നാം മുന്നിലുണ്ട് എങ്കിൽ ഉണർത്തുന്നു, നിശ്ചയമായും ഇതെല്ലാം അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന അമലുകളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാഹ്യമായ വൃത്തിക്കും ആന്തരികമായ വൃത്തിക്കും പ്രാധാന്യം കൽപ്പിച്ചുവെന്ന് മാത്രമല്ല, ലോകത്തിന്റെ മതമാണ് ഇസ്ലാം എന്നതുകൊണ്ട് തന്നെ ഇത് രണ്ടിനും അർഹമായ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ബാഹ്യമായ വൃത്തിയെപ്പറ്റി ഇത്രയും സജീവമായി നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ വരാത്ത, പലപ്പോഴും നാം മറന്നുപോകുന്ന ഒരു മേഖലയാണ് ആന്തരികമായ ശുദ്ധി. ഇൻഷാ അല്ലാഹ് ആ മേഖലയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുക എന്നതാണ് ഈ പ്രഭാഷണത്തിന്റെ ലക്ഷ്യം. മുസ്ലിംകളും അല്ലാത്തവരുമായ ഏതു ജനവിഭാഗത്തിൽപ്പെട്ടവർ ആവട്ടെ, ബാഹ്യമായ ശുദ്ധി കൊണ്ട് മാത്രം മനുഷ്യൻ വിജയിക്കുകയില്ല. മനുഷ്യന് വിജയം വേണമെങ്കിൽ ആന്തരികമായ അവന് ശുദ്ധി വേണം. ഭഗവത്ഗീത, ആ ഗീതയുടെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ധാരാളം ഹൈന്ദവ സുഹൃത്തുക്കൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഓണത്തിന്റെ പൂക്കാലം കടന്നു വരുന്ന ഈ സന്ദർഭത്തിൽ, അതുപോലെ കർക്കിടകത്തിന്റെ നാളുകളിൽ, ചിങ്ങത്തിന്റെ തുടക്കത്തിൽ ഗീതയുമായി
പുരാണങ്ങളുമായി ഹൈന്ദവ സുഹൃത്തുക്കൾ ബന്ധപ്പെടുന്നു. അവരുടെ വേദഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മനോ നിഗ്രഹ. മനുഷ്യ, നിന്റെ മനസ്സ് നീ വൃത്തിയായി സൂക്ഷിക്കണം. നിന്റെ മനസ്സിൽ ഏതെങ്കിലും പോരായ്മകൾ, ന്യൂനതകൾ, മാലിന്യങ്ങൾ വരുന്നുവെങ്കിൽ അത് നീ കൾച്ചർ ചെയ്യണം എന്ന് ഗീത പറയുന്നുണ്ട്. അതുപോലെ ക്രൈസ്തവ ഗ്രന്ഥങ്ങളും ആ വിഷയത്തെപ്പറ്റി വാചാലമാണ്. എങ്കിൽ ലോകത്തിനു മുൻപിൽ തുറന്നു പറയാവുന്ന, അത് ഉൾക്കൊണ്ടാൽ മനുഷ്യന് വളരെ വിജയങ്ങളും ഗുണങ്ങളുമുള്ള ഒരു മേഖലയാണ് ആത്മ സംസ്കരണത്തിന്റെ മേഖല. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ വിഷയത്തിൽ നമ്മളുടെ സംസ്കരണം പൂർത്തിയായിട്ടില്ല. നമ്മളൊക്കെയും അതിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ താമസിക്കുന്നവരാണ്. മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയത് കാണാം. ഒരു സദസ്സിൽ വന്നാൽ, ഒരു ആൾക്കൂട്ടത്തിൽ ഒരാൾ വന്നാൽ, ആ സദസ്സിൽ വന്ന ഓരോ വ്യക്തിയും സ്വന്തമായി പറയേണ്ടത്, ഈ സദസ്സിലെ ഏറ്റവും ദുഷിച്ച സ്വഭാവക്കാരൻ ഞാനാണ് എന്ന് ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കണം. ഞാൻ നല്ലവനാണ്, എന്റെ അടുത്തുള്ളവരെല്ലാം മോശക്കാരാണ്. ഈ സദസ്സിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ എന്ന് പോലും പ്രയാസമാണ്. കാരണം ഞാൻ മാത്രമേ നല്ല ഒരാൾ ഇവിടെയുള്ളൂ, ബാക്കി എല്ലാവരും മോശക്കാരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. എന്നാൽ ഇസ്ലാമിക പണ്ഡിതന്മാർ, പഴയ കാലത്ത് ജീവിച്ച നല്ല മനുഷ്യന്മാർ, അവരുടെ വീക്ഷണങ്ങൾ കിതാബുകളിൽ കാണാം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീൻ, ആ ഗ്രന്ഥത്തിലും മറ്റു മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയത് കാണാം. ഒരു സദസ്സിൽ ഒരാൾ വന്നാൽ സ്വയം അയാൾ മനസ്സിൽ വിചാരിക്കണം, ഈ കൂട്ടത്തിലേറ്റവും മോശക്കാരൻ ഞാനാണ്, എന്നേക്കാൾ നല്ലവരാണ് ബാക്കി എല്ലാവരും. ഈ ഒരു ചിന്ത ഇവിടെ വന്ന സ്ത്രീക്ക് വേണം, പുരുഷന് വേണം, ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വേണം. അവിടെ നിന്ന് വേണം നമുക്ക് മേൽപോട്ട് കയറി പുരോഗതിയുടെ പടവുകളിലൂടെ കയറിയെത്താൻ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് കേവലം ഒരു ഇന്ദ്രിയ ബീജം മാത്രമാണ്. ഇന്ദ്രിയ ബീജമായിട്ട് നാം വന്നവരാണ്. ആ ബീജമായി വന്ന സമയത്ത് നാം നഗ്നർ ആയിരുന്നു, നമ്മുടെ ശരീരത്തിൽ തുണിയില്ലായിരുന്നു. വലഖദ് ജിഅ്തുമൂനാ ഫുറാദ കമാ ഖലഖ്നാകും അവ്വല മർറ. നാളെ പരലോകത്ത് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിചാരണ, ആ വിചാരണയെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് കാണാം, നിങ്ങളൊക്കെ നമ്മുടെ സമീപത്ത് തുണിയില്ലാതെ വന്നിരിക്കുന്നു. ആരും തുണിയില്ലാതെയാണ് ഇപ്പോൾ എന്റെ അടുക്കൽ വന്നത്. സാരമില്ല, കമാ ഖലഖ്നാകും അവ്വല മർറ, ആദ്യഘട്ടത്തിൽ നിങ്ങൾ സൃഷ്ടിച്ചതും ഇതേ രൂപത്തിലായിരുന്നു. അങ്ങനെ നഗ്നരായി, സമ്പത്ത് കയ്യിലില്ലാത്തവരായി, സ്വാധീനങ്ങളില്ലാത്തവരായി, സഹായിക്കാൻ ആളില്ലാത്തവരായി ഭൂമിയിൽ കടന്നു വന്ന ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണ്? ആ സമയത്ത് ഒരു സ്വത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അതെല്ലാവരും മനസ്സിലാക്കുക. ആ സ്വത്ത് തിരിച്ചു പിടിക്കാനുള്ള, ആ സ്വത്ത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് കണ്ടെത്തുവാനുള്ള ഏറ്റവും വലിയ ഒരു ഉത്സാഹത്തിലാണ് ഇൻഷാ അല്ലാഹ് ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഞാനും ഇത് കേൾക്കുമ്പോൾ നിങ്ങളും ഉണ്ടാകേണ്ടത്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയിൽ ജനിച്ചു വീഴുന്ന സമയത്ത് തുണിയില്ല, ശരിയാണ്. നമുക്ക് ബന്ധങ്ങളില്ല, ശരിയാണ്. കൂട്ടുകാരില്ല, ശരിയാണ്. സുഹൃത്തുക്കളില്ല, ശരിയാണ്. പറയാൻ അറിയില്ല, ചോദിക്കാൻ അറിയില്ല, ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഒന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതേതാണെന്ന് ചോദിച്ചാൽ അന്ത്യപ്രവാചകരായ തിരുനബി മുസ്തഫ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ കുട്ടിയും ഭൂമിയിൽ പിറന്നു വീഴുന്ന സമയത്ത് അവൻ ആത്മശുദ്ധിയോടുകൂടിയാണ് അവൻ ഭൂമിയിൽ വരുന്നത്. നമ്മളൊക്കെ ഭൂമിയിൽ വന്ന സമയത്ത് നമ്മൾ ശുദ്ധ പ്രകൃതിയോടുകൂടി വന്നവരാണ്. അന്നത്തെ നമ്മളെ ആ ശുദ്ധി നമ്മളെ ജീവിതത്തിലുടനീളം ബാക്കിയുണ്ടായിരുന്നുവെങ്കിൽ യേശു പീറ്ററോട് പറഞ്ഞതുപോലെ സംഭവിക്കുമായിരുന്നു.
പത്രോസിനോട് യേശു പറഞ്ഞതായി ബൈബിൾ ഉദ്ധരിക്കുന്നു. പത്രോസേ, ആ പർവ്വതത്തോട് മാറി നിൽക്കാൻ നീ പറഞ്ഞാൽ ആ പർവ്വതം മാറി നിൽക്കുമായിരുന്നു. പക്ഷേ നീ പറഞ്ഞാൽ ഇപ്പോൾ മാറി നിൽക്കുകയില്ല. ഒരു മനുഷ്യൻ ഭക്തിയോടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചാൽ അവൻ ജനിച്ച പ്രകൃതത്തിലായി മനുഷ്യൻ ജീവിക്കുകയും അവൻ സത്യത്തെ അനുകൂലിക്കുന്നവനായി, അസത്യത്തോട് വിയോജിപ്പുള്ളവനായി, മറ്റുള്ള ആരെയും കുറ്റം പറയാത്തവനായി ഒരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ ആ മനുഷ്യനുണ്ടാകുന്ന പുരോഗതികൾ സൂറത്ത് യൂനുസ് എന്ന അധ്യായത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ആ അവസ്ഥയിലേക്ക് ഇൻഷാ അല്ലാഹ് ആത്മസംസ്കരണത്തിലൂടെ നമ്മളെങ്ങാനും എത്തുകയാണെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ മാത്രമല്ല, ഇസ്ലാമിക സമൂഹത്തിന് മൊത്തം അഭിമാനമായി മാറും. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദത്തുൻ വലാ യർഹഖു വുജൂഹഹും ഖതറുൻ വലാ ദില്ല ഉലൈക അസ്ഹാബുൽ ജന്നതി ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഒരു മനുഷ്യൻ അവന്റെ ശുദ്ധമായ പ്രകൃതിയിൽ, ഭൂമിയിൽ വന്ന അതേ പ്രകൃതിയിൽ, അതേ നിഷ്കളങ്കമായ രൂപത്തിൽ അവൻ തുടർന്നാൽ, അത് തുടരാനുള്ള സന്ദർഭങ്ങൾ അവന് ഭൂമിയിൽ ലഭിച്ചാൽ അവൻ സ്വർഗക്കാരനാണ്. അവന്റെ പ്രാർത്ഥനക്കുത്തരമുണ്ട്. അവൻ അള്ളാഹുവിന്റെ വലിയാണ്. അവനെല്ലാ വിജയങ്ങളും നേടിയെടുക്കാൻ കഴിയും. അർഹമുർ-റാഹിമീനായ റബ്ബേ, ഈ റമളാന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിച്ചു തരണമേ പടച്ചവനെ. ഞങ്ങളിൽ എന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബർക്കത്തുകൊണ്ട് അതെല്ലാം എടുത്തുമാറ്റി ഞങ്ങളെ ശുദ്ധി വരുത്തി നിന്റെ അടുക്കലേക്ക് സന്തോഷത്തോടുകൂടി വരാവുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ ഉയർത്തിത്തരണമേ പടച്ചവനെ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ജനിക്കുന്ന സമയത്ത് ശുദ്ധപ്രകൃതിയോടുകൂടി ഭൂമിയിൽ വന്നു. എല്ലാവരും ശുദ്ധപ്രകൃതിയിലാണുള്ളത്. അതൊരു തമ്മാടിയായ മനുഷ്യന്റെ കുട്ടി പോലും ശുദ്ധപ്രകൃതിയിലാണ് ഭൂമിയിൽ അവൻ വരുന്നത്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ആ കടന്നു വരുന്ന സമയത്ത് അവന്റെ ഹൃദയം, ആ കുട്ടിയുടെ ഹൃദയത്തിൽ അസൂയയില്ല, ആ ഹൃദയത്തിൽ അഹങ്കാരമില്ല, ആ ഹൃദയത്തിൽ വാശിയില്ല, ആ ഹൃദയത്തിൽ വിദ്വേഷമില്ല, ആ ഹൃദയത്തിൽ ധിക്കാരമില്ല. അനുസരണത്തിന്റെയും സമാധാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളിലും പോസിറ്റീവായി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഭൂമിയിൽ മനുഷ്യൻ കടന്നു വന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നാം പറയുന്ന കഥ നമ്മുടേതാണ്. ഈ സദസ്സിൽ സംസാരിക്കുന്ന വിഷയം ഈ സദസ്സിൻ്റെതായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. മെല്ലെ മെല്ലെ പിച്ച വെച്ച് നാം നടക്കാൻ തുടങ്ങി. നമ്മളെ മാതാവ്, നമ്മളെ പിതാവ് നമ്മളെ കൈപിടിച്ച് കൊണ്ടു നടക്കാൻ തുടങ്ങി. നമ്മളെ ജ്യേഷ്ഠൻ നമ്മുടെ കൈപിടിച്ച് നമ്മുടെ റോട്ടിലേക്ക് ഇറക്കി. ഒരു ദിവസം ആദ്യമായി നാം വാഹനത്തിൽ കയറി. ഒരു ദിവസം ആദ്യമായി കോഴിക്കോട് പട്ടണം നാം പോയി കണ്ടു. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ പലരോടൊപ്പം യാത്ര ചെയ്തു. വയസ്സുമെല്ലെ കൂടി. അപ്പോഴേക്ക് നാം കുറെ അറിവുകൾ പഠിച്ചു, കുറെ പദ്യങ്ങൾ നാം പഠിച്ചു, കുറെ ആശയങ്ങൾ നാം മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയത്, പഠിച്ചത്, പാടിയത് എല്ലാം നല്ലതായിരുന്നുവെങ്കിൽ നമ്മൾ യാത്ര ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ച വിവരങ്ങളും മൂല്യങ്ങളും ഇൻഫർമേഷനുകളുമെല്ലാം നല്ലതായിരുന്നുവെങ്കിൽ നമ്മളെ കൂടെ ഭാഗ്യം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമ്മൾ ആദ്യമായി അന്ന് പഠിച്ച വിവരം ഏതായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നാം പഠിച്ചു. നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്തു മുഹമ്മദ് സല്ലല്ലാഹു. ആ പ്രായത്തിൽ പ്രവാചകന്റെ പേര് പഠിച്ചു, ആ നബിയുടെ ജീവിതത്തെ പറ്റി മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്, അങ്ങനെ
LKG, UKG, 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, അങ്ങനെ പല ക്ലാസ്സുകളിലൂടെ പ്രമോഷൻ ലഭിച്ച് മദ്രസ വിദ്യാഭ്യാസം ലഭിച്ച് ഒരു വയസ്സായ മനുഷ്യൻ വരുന്നത് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിൽ വന്നു. നമ്മളെ ബാപ്പയെ കണ്ടാൽ ബഹുമാനിക്കണമെന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായി. നമ്മളെ ഉമ്മയെ കണ്ടാൽ ആ ഉമ്മയെ അനുസരിക്കണമെന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു. ഏതെങ്കിലും ഒരു പുസ്തകം, കിതാബ് താഴെ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടാൽ അത് എടുക്കണമെന്നും അത് ബഹുമാനമുള്ള സ്ഥലത്ത് സൂക്ഷിക്കണമെന്നുമുള്ള ചിന്ത നമ്മളെ കൽവിൽ വന്നു. മുഹമ്മദ് നബിയുടെ പേര് കേട്ടാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന സ്വലാത്ത് ചെല്ലണമെന്ന ചിന്ത നമ്മളെ മനസ്സിൽ വന്നു. അൽഹംദുലില്ലാഹ്, വലിയ ഭാഗ്യവാന്മാരാണ് ഇസ്ലാമിക സമൂഹം കൊടുവള്ളിയിലും അതുപോലെ പരിസരങ്ങളിലും കേരളത്തിലും ഉള്ള മുസ്ലിമീങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം കുട്ടിക്കാലത്ത് പിറന്നത് മുതൽ കാണുന്നതും കേൾക്കുന്നതും ബന്ധപ്പെടുന്നതും പ്രായപൂർത്തി വരെയുള്ള ബന്ധങ്ങൾ മുഴുവനും നല്ല ബന്ധങ്ങളാണ്, നല്ല വ്യക്തികളെയാണ് കാണുന്നത്. മാത്രവുമല്ല, നമ്മളെ ബാപ്പമാർ വലിയ ഒരു ഗുണം നമുക്ക് ചെയ്തു തന്നു. നമ്മളെ വീടുകളിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ വന്നാൽ, ഏതെങ്കിലും ഒരു സയ്യിദ് വന്നാൽ, ദുആവിന് ഉത്തരമുള്ള ഒരു മനുഷ്യൻ വന്നാൽ ആ ബാപ്പയും ഉമ്മയും ആ മുറ്റത്തേക്ക്, കോലായിലേക്ക്, വരാന്തയിലേക്ക് മെല്ലെ അതാ നമ്മെ എടുത്തു കൊണ്ടുപോകുന്നു. എന്നിട്ട് ഈ കുട്ടി എന്റെ ചെറിയ കുട്ടിയാണ്, അല്ലെങ്കിൽ എന്റെ 2ാമത്തെ മകളാണ്, നിങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇന്നലെയും മെനയാന്നുമൊക്കെ ചില വീടുകളിൽ പോയപ്പോൾ ആ വീട്ടിലുള്ള കുടുംബക്കാർ, കുടുംബിനികൾ അവരുടെ കുഞ്ഞിനെ എന്റെ സമീപത്തേക്ക് വെച്ച് നീട്ടിയത് ഞാൻ അത് ഓർക്കുമ്പോൾ ഞാൻ എന്നെ പറ്റി ഓർത്തുപോയി. അല്ലാഹ്, വലിയ ഭാഗ്യമല്ലേ നമുക്ക് ലഭിച്ചത്. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളൊക്കെയും നമ്മൾ പല ആളുകളുടെയും ദുആ ലഭിച്ചു. അന്നു മുതൽക്ക് അവരോടൊക്കെ നമ്മളെ കൽബിൽ ബഹുമാനമാണ്. ഏത് സയ്യിദിനോടും ബഹുമാനമാണ്, ഏത് ആലിമിനോടും ബഹുമാനമാണ്. അങ്ങനെ നമുക്ക് പ്രായപൂർത്തിയാകുന്ന സന്ദർഭം ജീവിതത്തിലെ വല്ലാത്തൊരു സമയമാണ്. കാരണം അതുവരെ നമുക്ക് നിസ്കാരം നിർബന്ധമില്ല, അതുവരെ നമുക്ക് നോമ്പ് നിർബന്ധമില്ല, അതുവരെ ഒരു ഇബാദത്തും നമുക്ക് നിർബന്ധമില്ല. പ്രായപൂർത്തിയെത്തിയാൽ നമ്മളും നമ്മളെ ബാപ്പയും ഒരുപോലെയാണ്, നമ്മളെ ഉമ്മിയും നമ്മളും ഒരുപോലെയാണ്. ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന ചെറിയ കുട്ടികളോട് പറയട്ടെ, 14ഉം 15ഉം വയസ്സുള്ള കുട്ടികൾ ഈ പ്രഭാഷണം കേൾക്കുന്നുവെങ്കിൽ അവരോട് പറയട്ടെ, നിങ്ങളെ കുട്ടികൾ എന്ന് നിങ്ങളെ ഉമ്മയും ബാപ്പയും വിളിക്കുന്നുണ്ടെങ്കിലും പ്രായപൂർത്തി എത്തിയാൽ നിങ്ങൾ പിന്നെ കുട്ടികളല്ല. വലിയവരുടെ മുഴുവൻ ബാധ്യതകളും നിങ്ങൾക്ക് ബാധകമാണ്. നിങ്ങളെ ബാപ്പ നിസ്കരിക്കുന്ന പോലെ നിങ്ങളും നിസ്കരിച്ചു കൊള്ളണം. SSLC പഠിക്കുന്ന കുട്ടികൾ, +1 പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ, കഴിഞ്ഞ വർഷത്തെ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയ വിദ്യാർത്ഥിനികൾ, ഹൈദ് കാരണമായി കഴിഞ്ഞ വർഷത്തെ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ട പെൺകുട്ടികൾ, അവരിപ്പോൾ 8ാം ക്ലാസ്സിലാണ്, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലാണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലാണ്. അവർ ക്ലാസ് ചെറിയ ക്ലാസ്സാണെങ്കിലും പ്രായം കൊണ്ട് അവർ പൂർത്തിയായവരായതുകൊണ്ട് ആ ഉമ്മയും ബാപ്പയും നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടുന്നത് പോലെ ആ കുട്ടികളും പ്രായപൂർത്തിയെത്തിയാൽ അവർക്ക് നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്, അവർക്ക് നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. പ്രായപൂർത്തിയുടെ ഘട്ടത്തിലേക്ക് നമ്മൾ വല്ലേ കടന്നു വന്നപ്പോൾ അപ്പോഴാണ് സുബ്ഹാനല്ലാഹ്, നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്, അള്ളാഹുവിന്റെ പ്രൊഡക്റ്റാണ്. ഈ സംസാരിക്കുന്ന ഈ ശരീരം, സി മുഹമ്മദ് ഫൈസി എന്ന് പറയുന്ന ഈ വിനീതൻ, ഇത് എന്റെ ശരീരമല്ല. ഈ ശരീരം, ഈ പ്രസംഗിക്കുന്ന നാവ് എന്റെ നാവ് അല്ല. ഇത് മുഴുവനും റബ്ബ് അമാനത്തായി നൽകിയ വസ്തുക്കളാണ്. ഇന്ന അറദിനൽ അമാനത അലസ്സമാവാതി വൽ അർളി വൽ ജിബാൽ, അല്ലാഹു നൽകിയ അമാനത്താണ്. ആ അമാനത്തായി നൽകിയ നാവ് സത്യം മാത്രം പറയാൻ ഞാൻ ഉപയോഗപ്പെടുത്തിയാൽ എനിക്ക് രക്ഷയുണ്ട്. ആ നാവ് കൊണ്ട് കളവ് ഞാൻ പറഞ്ഞാൽ ഞാനതിന് റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. എന്റെ അവയവങ്ങളും അല്ലാഹു എന്നെ ഏൽപ്പിച്ച അമാനത്തുകളാണ്. ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഇരുത്തം അല്ലാഹു നിർദ്ദേശിച്ച സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഏതെങ്കിലും സമയത്ത്
പാപങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, തെറ്റുകളാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അതിന് മറുപടി പറയേണ്ടി വരും എന്ന ബോധം നമ്മളെ മനസ്സിലുണ്ടാവണം. സുബ്ഹാനല്ലാഹ്, ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗങ്ങൾ ശുദ്ധീകരിക്കാൻ എന്നും നമ്മൾ ഉത്സാഹിക്കുന്നു. ഇന്ന് രാവിലെ കുളിച്ച് വൃത്തിയായി കണ്ണാടിയിൽ നോക്കി താടിയൊപ്പിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ ബീവി പറയുന്നത് കാണാം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രവാചക തിരുമേനി അതാ താടിയും മുടിയും ഒപ്പിച്ച് കണ്ണാടിയിൽ നോക്കാറുണ്ടായിരുന്നു. കണ്ണാടിയില്ലാത്തത് കൊണ്ട് വെള്ളത്തിന്റെ പ്രതലത്തിൽ നോക്കാറുണ്ടായിരുന്നു. കാരണം ബാഹ്യമായ ഭംഗിയും ഇസ്ലാം മതം പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ ആ ബാഹ്യമായ ശുദ്ധീകരണം നടന്നപ്പോൾ ഒരു ചിന്ത എല്ലാവരുടെ കൽബിലും ഉണ്ടാവണം. ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു സമയം നമുക്ക് വരാൻ പോകുന്നുണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു ഘട്ടം നമുക്ക് വരാൻ പോകുന്നുണ്ട്. ആരും സഹായിക്കാനില്ലാത്തൊരു സന്ദർഭം നമുക്ക് വരാൻ പോകുന്നുണ്ട്. ഖബറിൽ കഴിയേണ്ട ശരീരമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണാധികാരം ഏറ്റെടുത്ത സമയം പ്രിയപ്പെട്ട ഭാര്യയുടെ സമീപത്തേക്ക് പോയല്ലോ. ഭാര്യയോട് ചെന്ന് പറയാൻ പോയതാണ്, ഞാൻ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ്. ഭാര്യയായ ഫാത്തിമ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ അതാ ആശംസിച്ച് വിടാനൊരുങ്ങി നിൽക്കുകയാണ്. എങ്ങോട്ടാണ്? ഖലീഫയായി ഭരണമേറ്റെടുക്കുന്ന ആ വലിയ കസേരയിലേക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പോകാനൊരുങ്ങുകയാണ്. സത്യപ്രതിജ്ഞ ചൊല്ലാൻ പോകുന്ന ഘട്ടം ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള ഘട്ടമാണല്ലോ. ഭാര്യയോടും മക്കളോടും പറയാനും അവരുടെ പൊരുത്തം സമ്പാദിക്കാനും വേണ്ടി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഭാര്യയുടെ സമീപത്തേക്ക് പോകുന്നു. ഭാര്യ ഇങ്ങ് അടുത്തേക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്, നാവ് കൊണ്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യമൊന്നും പറയാൻ കിട്ടുന്നില്ല. തൊണ്ടയിടറുന്നു. ഭാര്യ കരയുന്നു. ഭാര്യ ചോദിക്കുന്നു, എന്തേ, നിങ്ങൾക്ക് എന്തുപറ്റി? വളരെ വലിയ ഉത്തരവാദിത്വമല്ലേ ഏറ്റെടുക്കാൻ പോകുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഖിലാഫത്ത് അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർവഹിച്ചു, ഉമർ ഇബ്നു ഖത്താബ് നിർവഹിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിർവഹിച്ചു, അലി ഇബ്നു അബീ ത്വാലിബ് നിർവഹിച്ചു. അതിനുശേഷം ഖിലാഫത്തുർ റാഷിദയുടെ കസേരയിലേക്ക് നിങ്ങളാണല്ലോ കടന്നു വരുന്നത്. ഇത് ഭാഗ്യമുള്ള സന്ദർഭമാണല്ലോ എന്ന് പറയുമ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത, പ്രിയപ്പെട്ട പെണ്ണേ, എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. കാരണം ഇന്ന് ഞാനിവിടെ ആ കസേരയിരുന്നാൽ പോലീസ് പട്ടാളം എന്റെ ചുറ്റും വന്ന് അംഗരക്ഷകരായി നിൽക്കാനുണ്ട്. എന്നെ ശ്രദ്ധിക്കാൻ ആളുണ്ട്. അമീറുൽ മോമിനീൻ എന്ന് എന്നെ വിളിക്കാൻ ആളുണ്ട്. ഇതെല്ലാം അങ്ങ് കഴിഞ്ഞ് ഒരു മരണം എനിക്ക് സംഭവിച്ചാൽ ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിന്നു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വസ്സഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ആ മരണം സംഭവിച്ചാൽ ആ മരണത്തിനു ശേഷം എന്റെ ശരീരം ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ആ ഖബറിലെത്തുന്ന ശരീരത്തെ സ്വീകരിക്കാൻ വേണ്ടി പുഴുക്കളാണ് അവിടെ കാത്തു നിൽക്കുന്നത്. ആ പുഴുക്കൾ വന്ന് എന്റെ മാർദ്ദവമുള്ള കവിളിന്റെ ഭാഗങ്ങൾ മുഴുവനും തിന്നുമല്ലോ. ഈ കണ്ണുകളും പുഴുക്കൾ തിന്നുമല്ലോ. മാംസളമായ ഭാഗങ്ങളൊക്കെ തിന്ന് എല്ലുകൾ മാത്രം ബാക്കിയാകുന്നൊരു സന്ദർഭം ഓരോ മനുഷ്യനും വരാനുണ്ടല്ലോ എന്ന ചിന്ത കടന്നു വന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഭാര്യയുടെ മുൻപിലതാ കരയുന്നു. ഉമ്മമാരെ, റമളാനാണ്. നിങ്ങളെ മനസ്സിൽ ദുഃഖമുണ്ടാകണം. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ധാരാളം കരയണം. ആ കരയേണ്ട പ്രധാന വിഷയം സ്വന്തം ഹൃദയത്തിന്റെ വിഷയം. ആ ഹൃദയത്തിൽ എന്തെങ്കിലും കറ വന്നു പോയിട്ടുണ്ടോ എന്ന ചിന്ത നമ്മളെ മനസ്സിൽ കടന്നു വരണം. സാധ്യതകൾ ധാരാളമാണ്. ഒന്ന് ഞാൻ പറയട്ടെ, ഓരോന്നായി പറയട്ടെ. നമുക്ക് ആശങ്കകൾ ഉണ്ടാകേണ്ട കുറേ വിഷയങ്ങൾ ഉണ്ട്. കുറേ വിഷയങ്ങളിൽ നമുക്ക് ആശങ്കയുണ്ട്. ആ ആശങ്കയുള്ള ഒരു വിഷയം ഏതാണ്? ആശങ്കകൾ ധാരാളമാണ്. സ്വന്തം ശരീരത്തെ ഒരു സ്ഥലത്ത്, ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഇങ്ങനെ കിടത്തിയിട്ട് ആ ശരീരത്തെ ഒന്ന് വിചാരണ ചെയ്യുക. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ താമസിക്കുന്ന വീട്ടിന്റെ സമീപത്തൊരു ഖബർ കുഴിക്കുന്നു. ആ ഖബറിന്റെ ഉള്ളിൽ നഫീസ ബീവി അതാ ശരീരത്തെ കിടത്തുന്നു. എന്നിട്ട് ആ ശരീരത്തെ വിചാരണ ചെയ്യുന്നു. വിചാരണകളിൽ ഒന്നാമത് കടന്നു വരേണ്ട വിചാരം, പടച്ചവനെ,
നല്ല നാട്ടിലാണ് ഞാൻ ജനിച്ചത്, നല്ല നാട്ടിലാണ് ഞാൻ ജീവിച്ചത്, നല്ല മനുഷ്യന്മാരുടെ ഇടയിലാണ് ഞാൻ കഴിയുന്നത്. പക്ഷേ ഒരു ചെറിയ ശ്രദ്ധകേട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. പാടില്ലാത്തൊരു സംഭവം ഞാൻ ചെയ്തു പോയി. അതെന്താണ്? എല്ലാവർക്കും സംഭവിച്ച കേട് ഞാൻ പറയട്ടെ. അത് എനിക്കും നിങ്ങൾക്കും എല്ലാം അത് വന്നു പോയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, കിബിർ എന്ന സാധനം, അഹങ്കാരം. ആ അഹങ്കാരമെന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം അണിയൽ അഹങ്കാരമല്ല, നല്ല വാച്ചുകെട്ടൽ അഹങ്കാരമല്ല, നല്ല ചെരുപ്പണിയൽ അഹങ്കാരമല്ല, സ്വർണത്തിന്റെ ആഭരണങ്ങൾ സ്ത്രീ അണിയൽ അഹങ്കാരമല്ല, നല്ല വീടുണ്ടാക്കൽ അഹങ്കാരമല്ല, നല്ല ഭക്ഷണം കഴിക്കൽ അഹങ്കാരമല്ല. പിന്നെ എന്താണ് അഹങ്കാരം? ബത്തഉൽ ഹഖീ. അല്ലാഹു പടച്ച ഈ ഹൃദയത്തിലേക്ക് സത്യമായ കാര്യങ്ങൾ ഒരാൾ വിളമ്പിത്തരുമ്പോൾ അത് എനിക്ക് വേണ്ട, കൊണ്ടുപോയിക്കോ, നീ പറയുന്നത് ഞാൻ അനുസരിക്കില്ല എന്ന അർത്ഥത്തിൽ എപ്പോഴെങ്കിലും സത്യത്തെ നാം തള്ളിപ്പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് സ്വയം ആലോചിക്കുക. റബ്ബേ, ശരിയാണ്, പലപ്പോഴും എനിക്കങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു റവാഹയെ പറ്റി പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ കേട്ടിട്ടില്ലേ? യുവാക്കളെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ആരാണ്? വലിയ സ്വഹാബിയാണ്. ആ സ്വഹാബി സമാധാനം തന്ന് സന്തോഷം തന്ന് നിന്റെ ഹദറത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു കവിയാണ്, പണ്ഡിതനാണ്, നല്ല ധൈര്യമുള്ള ആളുകളാണ്. അബ്ദുല്ലാഹിബ്നു റവാഹന്റെ ധൈര്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ ധൈര്യമുള്ള ആളാണ് അബ്ദുല്ലാഹിബ്നു റവാഹ. വേഗം ദേഷ്യം പിടിക്കും, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ്. ദേഷ്യം പിടിക്കുന്ന സ്വഭാവക്കാർ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. ദുനിയാവിന്റെ വിഷയത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ദേഷ്യം വന്നു പോയാൽ അത് നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാം. പക്ഷേ മതത്തിന്റെ വിഷയത്തിൽ മതപരമായ ഒരു കാര്യം ഒരു ഗുരുനാഥൻ പറയുമ്പോൾ, ഒരു ബാപ്പ മകനോട് ഉപദേശിക്കുമ്പോൾ, ഒരു ഉമ്മ ഉപദേശിക്കുമ്പോൾ അഹങ്കാരത്തോടുകൂടി ഞാനത് സ്വീകരിക്കൂല എന്ന് പറയുന്ന മനസ്ഥിതി ഭാരവാഹികൾക്കുണ്ടാവാൻ പാടില്ല, കമ്മിറ്റിവാഹികൾക്കുണ്ടാവാൻ പാടില്ല, മുത്തഅല്ലിമീങ്ങൾക്കുണ്ടാവാൻ പാടില്ല. വലിയ ഉസ്താദ് പറയുമ്പോൾ ആ ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഒരു മുഅ്മിനായ മനുഷ്യനും പാടില്ല. അബ്ദുല്ലാഹിബ്നു റവാഹന്റെ ചരിത്രം നോക്കൂ. സുബ്ഹാനല്ലാഹ്, വലിയ ധൈര്യമുള്ള ആളാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, സുബ്ഹാനല്ലാഹ്, മസ്ജിദുൽ ഹറാം എന്ന പള്ളിയുടെ സമീപത്ത് വെച്ച് അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു പാട്ടുപാടുകയാണ്. ധൈര്യത്തോടുകൂടി പാട്ടുപാടുകയാണ്. പള്ളിയിൽ വെച്ച് പാടുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തടയുകയാണ്. അബ്ദുല്ലാ, പള്ളിയിൽ വെച്ച് പാട്ടുപാടരുത് എന്ന് പറഞ്ഞു തടയുകയാണ്. ആ തടഞ്ഞ സമയത്ത് അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യം തോന്നുകയാണ്. എന്താണ്? ഞാനൊരു പാട്ട് പാടുമ്പോഴേക്കും ഉമർ എന്തിനാണ് ചാടി വീഴുന്നത്, ഉമർ എന്തിനാണ് അതിൽ ഇടപെടുന്നത് എന്ന് ഇബ്നു റവാഹ ആലോചിക്കുകയാണ്. നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ ഉസ്താദുമാര് നമ്മെ തടഞ്ഞാൽ, നമ്മളെ ഗുരുനാഥന്മാര് നമ്മെ തടഞ്ഞാൽ നമ്മൾ അവരോട് അങ്ങോട്ട് തർക്കിക്കാൻ പോകരുത്. അബ്ദുല്ലാഹിബ്നു റവാഹ അതാ ചിന്തിച്ചു ഒരൽപ്പ സമയം, എന്തിനാണ് ഉമർ എന്നെ തടയുന്നത്, എന്തിനാണ് ഉമർ എന്നെ തടയുന്നത്, ഇദ്ദേഹം ആരാണ്, എല്ലാത്തിനും എന്തിനാണ് ചാടി വീഴുന്നത്? പക്ഷേ ഇബ്നു റവാഹന്റെ അല്ലാഹു അതാ ഹിദായത്തിനെ നൽകി. മനസ്സ് പെട്ടെന്ന് മാറുന്നു. ഇല്ല, പറ്റില്ല, ഞാൻ ഈ വലിയ നേതാവിനോട് ചൂടാകാൻ പാടില്ല. കാരണം അത് കിബ്റിൽ പെട്ടുപോകും. അനുസരിക്കേണ്ട വ്യക്തികളെ അനുസരിക്കണമെന്ന ബോധമാണ് ഓരോ മുസ്ലിമായ പുരുഷനിലും ഉണ്ടാകേണ്ടത്, സ്ത്രീകളിലും ഉണ്ടാകേണ്ടത്. തലമറക്കാതെ പെണ്ണ് പുറത്തിറങ്ങുന്നു, പർദ്ദണിയാതെ പുറത്തിറങ്ങുന്നു. അവൾ അന്യപുരുഷന്മാരോട് യാതൊരു ലജ്ജയുമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവൾ റോട്ടിലിറങ്ങിയിട്ട് അതാ ബഹളമുണ്ടാക്കുന്നു. അവളെ മകനോ അവളെ ഭർത്താവോ അവളോട് പറയുന്നു,
എന്താണ് കാണിക്കുന്നത്, ഈ ഒന്ന് പോവിടുന്ന് എന്ന് പറഞ്ഞ് ആ ഉപദേശിക്കുന്ന ഭർത്താവിനെയും ഉപദേശിക്കുന്ന മകനെയും ആട്ടിപ്പുറത്താക്കി അതാ ഒരു രാക്ഷസിയെ പോലെ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ശൈലി ഏതെങ്കിലും ഒരു പെണ്ണിന് സംഭവിച്ചു പോയാൽ, ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ വായിൽ നിന്ന് അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇസ്ലാമിക ശരീഅത്തിനെതിരായ വല്ല പ്രവർത്തനങ്ങളും സംഭവിച്ചു പോയാൽ അത് കിബറാണ്, അഹങ്കാരമാണ്. ആ ഒരൊറ്റ കിബർ ഒരു തവണ ഒരു മനുഷ്യനിലുണ്ടായാൽ, ഒരു ഹറാമു ജീവിതത്തിൽ സംഭവിച്ചാൽ അവന്റെ കൽബിൽ, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി പറയാണ്, ഒരു കറുത്ത പുള്ളി അവിടെ വീഴും. ആ കറുത്ത പുള്ളി എന്റെ ഹൃദയത്തിലുണ്ടോ പടച്ചവനെ എന്ന ചിന്ത എല്ലാവരുടെ മനസ്സിലും വേണം. കുപ്പായത്തിലൊരു ചെറിയ കറ വീണാൽ ആ കറ കഴുകാൻ എത്ര ധൃതിയാണ്, ആ കറ പോക്കാൻ വേണ്ടി എത്ര വാശിയാണ്. ഹോട്ടലിൽ നിന്ന് കറി കഴിക്കുമ്പോൾ ആ കറി തുണിയിലോ കുപ്പായത്തിലോ അല്പം പുരണ്ടാൽ വേഗം അതാ വാഷ് ബേസിനിലേക്ക് പോയി അത് കഴുകി വൃത്തിയാക്കുന്ന മനുഷ്യ ഒന്ന് ആലോചിക്കണം. ഇത് റമളാനാണ്, ഇത് ഖുർആൻ അവതരിച്ച മാസമാണ്. ഈ മാസത്തിൽ നീ ആലോചിക്കണം, വല്ല ഹറാമും ചെയ്തു പോയെങ്കിൽ അത് കൽബിന്റെ ഉള്ളിലൊരു കറയായി നിൽക്കുന്നുണ്ട്, ഒരു കറയല്ല. അല്ലാഹു പറയുന്നു, ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതീഅതുഹു ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. ഒരു പാപം ഒരാൾ ചെയ്താൽ, ഒരു മഅസിയത്ത് ഒരാൾ ചെയ്താൽ, ഒരു അഹങ്കാരം ഒരാൾ ചെയ്താൽ ആ അഹങ്കാരത്തിന്റെ കറ അവന്റെ മനസ്സിൽ പിടിച്ചു നിൽക്കും. ഇത് തെറ്റുകൾ ചെയ്യാനുള്ള ശരീരമല്ല ഈ ശരീരം, ഇത് അള്ളാഹുവിന് വഴിപ്പെടാനുള്ള ശരീരമാണ്. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ പാപത്തിന്റെ കുറ്റങ്ങളുടെ കറ വീണ ഹൃദയമാണെങ്കിൽ ആ ഹൃദയത്തിൽ നിന്ന് ആ കറ പോകാനുള്ള ശ്രദ്ധ വേണം. ഇൻഷാ അല്ലാഹ് എന്താണ് പരിഹാരമെന്ന് ഞാൻ പറയാൻ പോകുന്നു. രണ്ടാമത്തെ വിഷയം പുരുഷന്മാരോട് പറയുന്നു, സ്ത്രീകളോടല്ല. വെള്ളിയാഴ്ച ജുമഅക്ക് പോകൽ നിർബന്ധമാണ്. ജുമഅയും ഖുതുബയും അറബി ഭാഷയിൽ തന്നെ അത് നിർവഹിക്കപ്പെടുന്നു. ആ അറബി ഭാഷയിലുള്ള ഖുതുബയോട്, അറബി ഭാഷയിലുള്ള നിസ്കാരത്തോട്, അറബി ഭാഷയിലുള്ള ബാങ്കിനോട്, ആ കർമ്മങ്ങൾ ചെയ്യുന്ന വെള്ളിയാഴ്ചയോട് മുസ്ലിമായ മനുഷ്യന്റെ മനസ്സിൽ ബഹുമാനമുണ്ടാകണം. ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഖുതുബയും നിസ്കാരവും നടക്കുന്ന പള്ളിയിൽ അറ്റൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അതോടുകൂടി ആ മനുഷ്യന്റെ കൽബിൽ ഒരു കറ വീഴുന്നു. രണ്ടാമത്തെ വെള്ളിയാഴ്ചയും പോകുന്നില്ലെങ്കിൽ പിന്നെയും ഒരു കറ വീഴുന്നു. മൂന്നാമത്തെ വെള്ളിയാഴ്ചയും പോകുന്നില്ല എങ്കിൽ ആ മനുഷ്യന്റെ കൽബിൽ, അവന്റെ ആത്മാവിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാകുന്ന ഹൃദയത്തിൽ ഒരു സീല് അതാ വീഴുന്നു. അള്ളാഹു ഒരു സീല് വെച്ചുപോയി. റബ്ബാണ് പടച്ചത്, ആ റബ്ബിന് സീല് വെക്കാനുള്ള അധികാരമുണ്ട്. അതല്ലേ നമ്മുടെ വീട് കടം ബാധിച്ചവന്റെ വീട്ടിന്റെ മുകളിൽ അവിടെ ജപ്തിയുടെ നോട്ടീസ് ഒട്ടിക്കാൻ കോടതിക്ക് അധികാരമുണ്ടെങ്കിൽ പറഞ്ഞത് അനുസരിക്കാത്ത മനുഷ്യ നിന്റെ കൽബിനുള്ള സീല് വെക്കുന്നു. കദാലിക യത്ബഉല്ലാഹു അലാ കുല്ലി ഖൽബി മുതകബ്ബിരിൻ ജബ്ബാർ. അഹങ്കാരമുള്ള മനുഷ്യന്റെ കൽബിൽ അല്ലാഹു അതാ സീല് വെക്കുന്നു. എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയോ എന്ന് ചിന്തിക്കണം. ജുമഅ ഒഴിവാക്കൽ കൽബ് കേടുവരാനുള്ള പ്രധാനമായ കാരണമാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ പോകാതിരിക്കൽ കൽബ് കേടുവരാനുള്ള പ്രധാനമായ കാരണമാണ്. കൽബിൽ കറ വീഴാനുള്ള കാരണമാണ്. സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. മൂന്നാമത്തെ വിഷയം വലിയ ഗൗരവമുള്ള വിഷയമാണ്. അത് ഞാൻ പറയുന്നത് ഇൽമ് ഇല്ലാത്ത സാധാരണക്കാരായ ആളുകളോടാണ്. ഇൽമ് എന്നൊരു സാധനം ഉണ്ട്. ആ സാധനം കൊണ്ടല്ലാതെ ഈ കൽബിന് വെളിച്ചം ലഭിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, മർക്കദുസ് സഖാഫത്തി സുന്നിയ അടക്കം
ഈ കൊച്ചു കേരളത്തിൽ ധാരാളം മതസ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു, ഇൽമിന്റെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. 10 കൊല്ലം 12 കൊല്ലം അവിടെ കിതാബിന്റെ ഇൽമുകൾ പഠിച്ച് ആലിമീങ്ങൾ പുറത്തു വരുന്നു. ആ ആലിമീങ്ങൾ പഠിച്ച് പണ്ഡിതന്മാരായി പുറത്തു വരുമ്പോൾ സാധാരണക്കാരിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇത്രയൊക്കെ പഠിക്കാൻ എന്താള്, ഇത്രയൊക്കെ പഠിക്കാൻ മാത്രമുണ്ടോ? നിസ്കാരത്തിന്റെ ഫർള് 14, അത് കുറെ കാലം ഇൽമു പഠിച്ചതുകൊണ്ട് അതിന്റെ ഫർളിന്റെ എണ്ണം കൂടുന്നുണ്ടോ? ഇസ്ലാം കാര്യം 5, ഈമാൻ കാര്യം 6. ഇതിന് നമ്മൾ പഠിക്കാൻ പോയിട്ട് എണ്ണം കൂടൂലല്ലോ. എന്താണ് ഇത്ര പഠിക്കാനുള്ളത്? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഈ ചെറിയ കൽബ്, ഈ കൽബിന്റെ വലിപ്പം എത്രയാണ്? ഓരോ മനുഷ്യനും അവന്റെ കൈ, ആ കൈ അവന്റെ മുഷ്ടി, ആ കൈ ചുരുട്ടി പിടിച്ചാൽ എത്രയാണോ അതിന്റെ വലിപ്പം, അത്ര വലിപ്പമുള്ള ഈ ഒരു കമ്പ്യൂട്ടർ നമ്മളെ നെഞ്ഞിന്റെ ഉള്ളിൽ അല്ലാഹു വെച്ചിരിക്കുകയാണ്. അതൊരു സോഫ്റ്റ്വെയർ ആണ്. നമ്മളെ കൽബ് അത് മദർ ബോർഡാണ്. ആ സോഫ്റ്റ്വെയറിലേക്ക് ഡാറ്റകൾ ഇങ്ങനെ കയറ്റി കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പ്രവർത്തനം കൽബിനുണ്ടാവുകയുള്ളൂ. ഒരാൾ കോഴിക്കോട് പട്ടണത്തിൽ നിന്നൊരു കമ്പ്യൂട്ടർ വാങ്ങിയതിനു ശേഷം ഒരു സോഫ്റ്റ്വെയർ ഘടിപ്പിച്ചു, അതിൽ റെഡിയാണ്. പക്ഷെ ഡാറ്റ എൻട്രി ചെയ്തില്ല എങ്കിൽ ആ സോഫ്റ്റ്വെയർ അവിടെ ഇങ്ങനെ കിടക്കും. ഞാൻ ഇപ്പറയുന്ന ഭാഷ +1 +2 കമേഴ്സ് എടുത്ത കമ്പ്യൂട്ടർ പഠിച്ച, ഔപചാരികമായി അനൗപചാരികമായി കമ്പ്യൂട്ടർ പഠിച്ച ആളുകൾക്ക് വേഗം തിരിയും. അല്ലാത്തവർ ദയവായി പഠിക്കാൻ നോക്കുക, അത്രേ പറയാനുള്ളൂ. സോഫ്റ്റ്വെയർ റെഡിയാണ്. ആയിരക്കണക്കിന് രൂപ മുടക്കി സോഫ്റ്റ്വെയർ ഒക്കെ റെഡിയാക്കി എൻട്രി ചെയ്തില്ല, ഡാറ്റ കയറ്റിയില്ല. ആ ഡാറ്റ അതിലേക്ക് ഇങ്ങനെ കയറ്റലാണ് ഇൽമ്. ആ ഇൽമു ഒരാൾ പഠിച്ചില്ല എങ്കിൽ അവന്റെ മനസ്സിൽ ബേജാറ് വേണം. ഓ സഹോദരാ, ഓ സഹോദരി, ഇൽമു എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം നിന്റെ മനസ്സിൽ വേണം. ആ ഒരൊറ്റ കാരണം കൊണ്ടാണല്ലോ മദീനത്ത് പോയപ്പോൾ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ദർസ് നടക്കുമ്പോ നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹ ഒരൊറ്റ ദിവസം ആ ദർസിൽ പങ്കെടുക്കുന്നു. മാലിക് ഇമാം വലിയ പണ്ഡിതനാണ്. വലിയ ദർസ് വഅള് ഇങ്ങനെ നടക്കുമ്പോൾ നഫീസ ബീവി അവിടെ സിയാറത്തിന് പോയതാണ് മദീനയിൽ. പെണ്ണുങ്ങൾക്ക് ഖബർ സിയാറത്ത് സുന്നത്ത് ഇല്ല. നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. ഔലിയാക്കളെ ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. സ്വന്തം ബാപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യൽ പെണ്ണിന് സുന്നത്തില്ല. സ്വന്തം ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യൽ പെണ്ണുങ്ങൾക്ക് സുന്നത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള സിയാറത്ത് സ്ത്രീകൾക്ക് സുന്നത്താണ്. ഔലിയാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. പക്ഷേ പുരുഷന്മാരുമായി ഇടകലരുകയാണെങ്കിൽ അതും പാടില്ലാത്തതാണ്. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ മാലിക് ഇമാമിന്റെ ദർസിലതാ പങ്കെടുക്കാൻ വേണ്ടി ഒരു മറയുടെ അപ്പുറത്ത് പോയി നിൽക്കുന്നു. ആ ഇൽമങ്ങ് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹ ചിന്തിച്ചു, ഈ ദർസ് ഇന്ന് മാത്രം കേട്ടാൽ പോരാ, മെല്ലെ ഒരു സ്ലിപ്പ് എഴുതി കൊടുക്കുന്നു. മാലിക് ഇമാമിന് ഒരു ചെറിയ എഴുതി കൊടുക്കുകയാണ്, ഗുരോ, നിങ്ങളുടെ ഈ സദസ്സിൽ, നിങ്ങളെ ഈ ക്ലാസ്സിൽ എല്ലാ ദിവസവും ഞാനൊന്ന് പങ്കെടുത്തോട്ടെ. അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു വാക്കാണ് നഫീസത്ത് ബീവിയുടെ മനസ്സിനെ അതിലേക്ക് ആകർഷിച്ചത്. കദാലിക യത്ബഉല്ലാഹു അലാ ഖുലൂബിൽ ലദീന ലാ യഅലമൂൻ. ഇൽമു ഇല്ലാത്ത മനുഷ്യന്റെ കൽബിൽ സീല് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. ഇൽമില്ലാത്ത മനുഷ്യന്റെ കൽബ് പെട്ടെന്ന് ബ്ലോക്കായി പോകാൻ സാധ്യതയുണ്ട്. ഇൽമില്ലാത്ത മനുഷ്യന്റെ കൽബിൽ പെട്ടെന്ന് കറ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൽമു പഠിക്കണമെന്ന ചിന്ത ആണിന് വേണം, പെണ്ണിന് വേണം. ഇവിടെ നടക്കുന്ന ഈ ഖുർആൻ പ്രഭാഷണം മാത്രം കേട്ടാൽ പോരാ. സ്വാലിഹീങ്ങളെയും മഹാന്മാരെയും ചീത്ത പറയാത്ത ഏത് ഖുർആൻ ക്ലാസ് ആയാലും നിങ്ങളതിൽ പങ്കെടുക്കണം. അമ്പിയാക്കളെ ചീത്ത പറയുന്ന, ഔലിയാക്കളെ കുറ്റം പറയുന്ന, മഹാന്മാരായ ഉലമാക്കളെ തെറി പറയുന്ന ചില ഖുർആൻ ക്ലാസ്സുകളുണ്ട്. അതിന്റെ പേര് ഖുർആൻ ക്ലാസ് ആണെങ്കിലും അത് ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസ് അല്ല, അത് സ്വാലിഹീങ്ങളെ ഗീബത്ത് പറയുന്ന ക്ലാസ്സാണ്. നമ്മളെ ക്ലാസ്സുകൾ ഒരിക്കലും തന്നെ ഗീബത്തിന്റെ ക്ലാസ്സുകളല്ല, ബഹുമാനത്തിന്റെ ക്ലാസ്സുകളാണ്. ഖിയാമത്ത് നാൾ വരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പരിപാടികളും അതിന്റെ പ്രഭാഷണങ്ങളും അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ അല്ലാഹു നിലനിർത്തി തരട്ടെ.
നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ സംഭവം സ്ത്രീകൾ അതിൽ നിന്നും മാതൃക ഉൾക്കൊള്ളണം. അതുപോലെ ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന എല്ലാ യുവാക്കളോടും പറയുന്നു, നന്നായി വായിക്കണം. നല്ല ഏതെങ്കിലും ഗുരുനാഥന്മാരുമായി ഇടയ്ക്കിടെ ബന്ധപ്പെടണം. അല്ലാത്ത പക്ഷം ഇൽമു കുറഞ്ഞു പോയാൽ കദാലിക യത്ബഉല്ലാഹു അലാ ഖുലൂബില്ലദീന ലാ യഅലമൂൻ. സൂറത്തുർ റൂം 59-ാമത്തെ വചനം. ഇനി വേറൊരു വിഷയം, നമ്മളൊക്കെ ഭയപ്പെടേണ്ട വിഷയം, അതിന് പെട്ടെന്നൊരു പരിഹാരമില്ലാത്ത വിഷയമാണ്. ഇൽമില്ലെങ്കിൽ ഇൽമു പോയി പഠിച്ചാൽ മതി. വേറൊരു വിഷയമുണ്ട്, ആ വിഷയത്തിന് പരിഹാരം പറയാൻ എനിക്ക് കഴിയില്ല. എന്താണ് ആ വിഷയം? സുബ്ഹാനല്ലാഹ്. അല്ലാഹു തന്ന ഖൽബാണ്, അല്ലാഹു തന്ന ശരീരമാണ്. ഈ ശരീരത്തെ എപ്പോഴും കൊണ്ടുപോകാൻ അല്ലാഹുവിന് അധികാരമുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയുന്നു. ഒരു ചെറിയ കടലാസ്, ഒരു ചെറിയ പേപ്പറിന്റെ കഷ്ണം. ആ കടലാസ് എടുത്ത്, ഈ പേപ്പർ, ഈ കടലാസ് എന്റേതാണ്. ഞാൻ ഈ പേപ്പർ മുറിക്കുന്നു. ഇത് മുറിച്ചാൽ എന്നെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. നിങ്ങളാരും ചോദിക്കൂല ഞാനിത് മുറിച്ചാൽ. അതുകൊണ്ട് ധൈര്യത്തോടുകൂടി ഞാനിത് മുറിക്കുകയാണ്. മുറിച്ചതിന് ശേഷം ആ 2 മുറിയായ കടലാസിന്റെ ഒരു ഭാഗം ഞാൻ എന്റെ കീശയിലിടുന്നു. മറ്റേതെടുത്ത് ഞാൻ പിന്നെയും മുറിക്കുന്നു. ഈ മുറിക്കുമ്പോൾ എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. കാരണം എന്റെ പേപ്പറാണ്, ഞാൻ കേസ് കൊടുത്തു വാങ്ങിയ സാധനം. ഇത് കൈകാര്യം ചെയ്യാൻ എനിക്ക് നിങ്ങളെ സമ്മതം ആവശ്യമില്ല. ഞാനത് വീണ്ടും മുറിച്ചു. അങ്ങനെ മുറിച്ച് ചെറിയ തുണ്ടുകളാക്കി മാറ്റി ഞാനത് പിച്ചിച്ചീന്തി പുറത്തേക്ക് എറിയുന്നു. ഈ എറിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ചോദിക്കാൻ യാതൊരു അധികാരമില്ലാത്തതുപോലെ ആലോചിക്കണം. നമ്മളെ ശരീരത്തിന്റെ സ്വഭാവം എന്താണ്? കുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി അമ്മൻ യംലികു സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ് ഖുൽ അഫലാ തത്തഖൂൻ. ഈ ശരീരം ഇത് പടച്ചിട്ടില്ല എങ്കിൽ അള്ളാഹിനോട് ചോദ്യം ചെയ്യാൻ ആരുമില്ല. നമ്മളെ ഇതേ കാലയളവിൽ, നമ്മൾ ജനിച്ച ഇതേ കാലയളവിൽ ജനിക്കേണ്ട പലരും ജനിച്ചില്ലല്ലോ. ഗർഭത്തിൽ അലസിപ്പോയല്ലോ. ഞാൻ ജനിക്കുന്നതിന്റെ തൊട്ടു മുൻപ് എന്റെ ഉമ്മ മറ്റൊരു കുട്ടിയെ പ്രസവിച്ചു. ആ കുട്ടി ചെറിയ പ്രായത്തിൽ മരിച്ചുപോയി. ആ കുട്ടി ഇപ്പൊ ഖബറിലാണുള്ളത്. ആ കുട്ടിയുടെ കാരണം കൊണ്ട് എന്നെ ഉമ്മാക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടി അള്ളാഹു വെച്ചൊരു നിമിത്തമാണ്. പക്ഷേ എന്റെ തൊട്ടു മുൻപ് ജനിക്കുകയും മരണപ്പെടുകയും ചെയ്ത ആ കുട്ടിയുടെ ഈ ദുനിയാവിലുള്ള ജീവിതത്തെ നിഷേധിച്ചത് ആരാണ്? അള്ളാഹുവാണ്. ആ കുട്ടിയുടെ ശേഷം വന്ന് എനിക്ക് ജീവിക്കാൻ സന്ദർഭം നൽകിയത് ആരാണ്? അള്ളാഹുവാണ്. ആ റബ്ബ് വലിയ കഴിവുള്ളവനാണ് കേട്ടോ. ആ റബ്ബിന് ഏത് സമയത്തും നമ്മളെ കൽബിലുള്ള ഹിദായത്തിന് എടുത്തു കളയാൻ യാതൊരു കഴിവുകേടുമില്ല. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ച് കളയരുത്. ബഅദ ഇദ് ഹദൈതനാ, ഹിദായത്തിലേക്ക് സാധുക്കളായി ഞങ്ങളെ കൊണ്ടുവന്നതിന് ശേഷം, നല്ല ഉസ്താദുമാരുമായി ബന്ധപ്പെടുത്തിയതിന് ശേഷം, നല്ല മജ്‌ലിസുകളിലൊക്കെ പോയി വഅദ് കേട്ടതിന് ശേഷം, നല്ലൊരു പണ്ഡിതനായതിനു ശേഷം, ഒരു ഫൈസിയായതിനു ശേഷം, ഒരു ബാഖവിയായതിനു ശേഷം, ഒരു സഖാഫിയായതിനു ശേഷം, ഒരു സഅദിയായതിനു ശേഷം, ഒരു നല്ല ആലിമായതിനു ശേഷം, ഒരു നല്ല ആലിമിന്റെ ശിഷ്യനായതിനു ശേഷം, പടച്ചവനെ ഞങ്ങളെ കൽബിനെ നീ സീല് വെച്ച് കളയരുത് എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണം. കാരണം ഇന്ന ഖുലൂബ ബനി ആദമ ബൈന ഇസ്ബഅഇർ റഹ്മാൻ യുഖല്ലിബുഹാ ഹൈസു ശാഅ. മനുഷ്യന്റെ കൽബ് അല്ലാഹുവിന്റെ കസ്റ്റഡിയിലാണ്.
അള്ളാഹുവിന്റെ കസ്റ്റഡിയിലാണ് മനുഷ്യന്റെ ഹൃദയം. ആ ഹൃദയത്തെ മറിച്ചു കളയാൻ അവന് പ്രയാസമില്ല, ആ ഹൃദയത്തെ തെറ്റിക്കാൻ അവന് അധികാരമുണ്ട്. അതുകൊണ്ട് ആ റബ്ബിനോട് അടുക്കലല്ലാതെ ആത്മസംസ്കരണത്തിന്റെ പരിഹാരമായി ഒന്നും പറയാനില്ല. സുബ്ഹാനല്ലാഹ്, പരീക്ഷയിൽ തോറ്റ കുട്ടി കരഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ സൂപ്പർവൈസറുടെ കരളിൽ ഹൃദയത്തിൽ സ്നേഹമുണ്ടാവുകയും ആ തോറ്റ കുട്ടിയെ ജയിപ്പിക്കുകയും ചെയ്യാൻ അവന് സാധിക്കുമോ? ഉദാഹരണത്തിൽ പറഞ്ഞ സൂപ്പർവൈസർക്ക് അതിന് കഴിവില്ലാത്തതുകൊണ്ട് ആ സൂപ്പർവൈസർ കൈമലർത്തുന്നു. എന്നാൽ അള്ളാഹുവിന്റെ കഴിവ് അങ്ങനെയല്ല, അവന് എല്ലാറ്റിനും അധികാരമുള്ളവനാണ്. അതുകൊണ്ട് എത്ര പാപം ചെയ്തവനായാലും ശരി, എത്ര ധിക്കാരം ചെയ്തവനായാലും ശരി, അവൻ അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞാൽ ആ റബ്ബ് അവന്റെ ഖൽബ് അതാ നന്നാക്കി കൊടുക്കും. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ പങ്കെടുത്ത ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവരുടെ എല്ലാ പാപങ്ങളും പുറത്ത് അള്ളാഹു നമ്മുടെ ഖൽബുകൾ ശുദ്ധിയാക്കി തരട്ടെ.